സഹകരണ മേഖലയിൽ സർവകലാശാല തുടങ്ങുമെന്ന് മന്ത്രി വി എൻ വാസവൻ. വിദ്യാഭ്യാസ മേഖലയെ കാലോചിതമായി മാറ്റം വരുത്തും. സഹകരണ മേഖലയിൽ പുതിയ കോഴ്സുകൾ കൊണ്ടുവരുമെന്നും മന്ത്രി അറിയിച്ചു. കോട്ടയത്ത് സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിഷൻ 2031 ഏകദിന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വി എൻ വാസവൻ. ആധുനിക കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നീക്കമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചും റോബോട്ടിക് എഞ്ചിനെ കുറിച്ചും ധാരണയോടെയും ഭാവനയോടെയും മുന്നോട്ട് വരുന്ന ഒരു യുഗമാണ് ഈ യുഗം. അപ്പോൾ എന്തുകൊണ്ട് യൗവനങ്ങളുടെ സഹകരണ സംഘങ്ങൾ ഈ രംഗത്ത് നമുക്കിപ്പോൾ നിലവിൽ നമുക്ക് കേട്ടുണ്ട്. ആ കേപ്പിന്റെ രംഗത്ത് പുതിയ ആശയങ്ങളുമായി നമ്മൾ മുന്നോട്ട് വരുമ്പോൾ അത്തരം കോഴ്സുകൾ ആരംഭിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് വരിക, യൗവനങ്ങളുടെ സഹകരണ സംഘങ്ങൾ ഈ രംഗത്ത് ആളുകളെ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്കും അവർക്ക് പരിജ്ഞാനം ഉറപ്പാക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ആശയം മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കണം. തീർച്ചയായും സനോജ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. സനോജ്, ഈ കോട്ടയത്ത് തന്നെ കിടങ്ങൂർ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ സഹകരണ വകുപ്പിൻ്റെ പ്രൊഫഷണൽ വിദ്യാഭ്യാസം വളരെ മികവുള്ള സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ സ്വഭാവത്തിലേക്ക് കൂടി കാര്യങ്ങൾ നീക്കും എന്ന പുതിയ വിവരം കൂടിയാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട സഹകരണ വകുപ്പ് ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നത്? 2031 കേരള സംസ്ഥാനം രൂപം കൊണ്ടിട്ട് 75 വർഷം പിന്നിടുമ്പോൾ നമ്മുടെ വിവിധങ്ങളായ ഡിപ്പാർട്ട്മെന്റുകൾ വിവിധ മേഖലകളിൽ നമ്മൾ കൈവരിച്ച നേട്ടങ്ങൾ, ആ കൈവരിച്ച നേട്ടങ്ങൾക്കൊപ്പം ഭാവി കേരളത്തിന് ഈ നേട്ടങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം, കാലാനുസൃതമായി എങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരാം, അങ്ങനെ വിവിധങ്ങളായ സെമിനാറുകൾ സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കപ്പെടുകയാണ്. ഇന്ന് തന്നെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത സെമിനാർ കൊച്ചിയിൽ നടക്കുമ്പോഴാണ് സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെമിനാർ കോട്ടയത്ത് ഏറ്റുമാനൂരിൽ നടക്കുന്നത്. സഹകരണ മേഖല എന്ന് പറയപ്പെടുന്നത് കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറയിട്ട ഒരു പ്രസ്ഥാനമാണ്. അത് ഇന്ന് കാലോചിതമായി മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ മേഖലയ്ക്ക് ഇനിയും ഒരു ഭാവി ഉണ്ടാവുകയുള്ളൂ. അത് ഏതൊക്കെ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്? ഇപ്പോൾ സഹകരണ മേഖല ഒരു ധനകാര്യ സ്ഥാപനം എന്ന നിലയിൽ സാമ്പത്തിക മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. അത് വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അത് വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ആരോഗ്യ മേഖലയിലാണെങ്കിലും കാർഷിക മേഖലയിലാണെങ്കിലും ഒപ്പം തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യുന്ന മേഖലയിലാണെങ്കിലും സഹകരണ മേഖല മികവാർന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, ആരോഗ്യ മേഖലയിൽ നിരവധിയായിട്ടുള്ള സഹകരണ ആശുപത്രികൾ സഹകരണ വകുപ്പിന്റെ കീഴിലുണ്ട്. അത് കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് കാലാനുസൃതമായ രീതിയിൽ മറ്റ് മൾട്ടിനാഷണൽ ഹോസ്പിറ്റലുകളോട് മത്സരിക്കാവുന്ന തരത്തിലേക്ക് ഈ ആശുപത്രികളെ എങ്ങനെ മാറ്റാം, അതിന്റെ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്രദമാവാം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ഗൗരവമായ ചർച്ചകൾ ഉണ്ടാവുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ സെമിനാർ സംഘടിപ്പിക്കപ്പെടുന്നത്. ഒപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പരിഷ്കരണങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ സഹകരണ വകുപ്പ് നിരവധിയായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. നഴ്സിംഗ് കോളേജുകൾ ഉൾപ്പെടെ നടത്തുന്നുണ്ട്. അങ്ങനെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ ഭാവിയിൽ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സഹകരണ സർവകലാശാല തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആലോചനകൾക്ക് തുടക്കം കുറിക്കേണ്ടതുണ്ട് എന്നുകൂടിയാണ് മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ ചക്കയും കപ്പയും പോലെയുള്ള നമ്മുടെ നാട്ടിലെ കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നേരിട്ട് അവരിൽ നിന്നും ശേഖരിച്ച് ഒപ്പം തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ട് വിദേശ ചെയ്യുന്ന കാര്യത്തിൽ സഹകരണ മേഖല കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അത് കൂടുതൽ പരിഷ്കരിച്ചുകൊണ്ട് ഏത് മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും, അതൊരു ധനകാര്യ സ്ഥാപനം എന്ന നിലയിൽ സഹകരണ വകുപ്പ് നിലകൊള്ളുമ്പോൾ തന്നെ ന്യൂ ജനറേഷൻ ബാങ്കുമായി മത്സരിക്കുന്ന തരത്തിലുള്ള ഡിജിറ്റൽ സാമ്പത്തിക ഇടപാടുകൾ കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാരായ ജനങ്ങളെയും യുവാക്കളെയും ഒക്കെ തന്നെ ഇതിലേക്ക് ആകർഷിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ടതുണ്ട് എന്നുകൂടിയാണ് മന്ത്രി വി എൻ വാസവൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വ്യക്തമാക്കിയത്. അജിംഷാദ്.